സർ, ചില ആൾക്കാരൊക്കെ ഭയങ്കര ഭാഗ്യമുള്ളവരാണ്. ചിലർക്കൊക്കെ എല്ലാം വളരെ എക്സലൻ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത്. എൻ്റെ ജീവിതം എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. എന്താണ് ഇങ്ങനെ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. എല്ലാ സ്റ്റേജിലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഔട്ട്കം മാത്രം വന്നിട്ടുള്ള മനുഷ്യർ തീരെ ഓർമ്മിക്കപ്പെടാതെ, തീരെ അർത്ഥമില്ലാതെ ഈ ലോകത്തിൽ നിന്ന് ജീവിച്ചു പോയവരായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഒന്ന് ചലഞ്ച് ചെയ്യപ്പെടാത്ത ജീവിതം ഒരർത്ഥമുള്ള ജീവിതമായി മാറാൻ സാധ്യതകൾ വളരെ കുറവാണ്. ജീവിതം എന്ന് പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം ചേർന്നതാണ്. ഗുണവും ദോഷവും, സന്തോഷവും ദുഃഖവും ഒക്കെ ചേർന്നതാണ്. അതൊക്കെ ഓരോന്നും അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള, സ്പിരിച്വലായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ നമ്മൾ സംഭവിക്കുന്നത്. ഓരോന്നും അനുഭവിക്കുമ്പോഴാണ് അതിനെ നേരിടാനുള്ള കരുത്തും സ്കില്ലും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓരോന്നും അനുഭവിക്കുമ്പോഴാണ് പല മനോഭാവങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയി യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിളിച്ച ഒരു ആൾ പറഞ്ഞത്, സാറേ, ചില ആൾക്കാരൊക്കെ വലിയ ഭാഗ്യമുള്ളവരാണ്. അവരുടെ ജീവിതത്തിൽ എപ്പോഴും അവർക്ക് നല്ല നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ചിലരൊക്കെ വലിയ ഹതഭാഗ്യരാണ്. അവർക്ക് എപ്പോഴും ഇങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഞാൻ പുള്ളിക്കാരിയോട് ചോദിച്ചത്, ഇപ്പോൾ എത്ര വയസ്സായി? അപ്പോൾ പറഞ്ഞു 30 വയസ്സായി. അപ്പം 30 വയസ്സായപ്പോൾ തന്നെ പുള്ളിക്കാരിയെ സംബന്ധിച്ച് മോശപ്പെട്ട കാര്യങ്ങളാണ് ജീവിതത്തിൽ നടക്കുന്നത് എന്ന് ഒരു തിരിച്ചറിവ്, അല്ലെ ആ ഒരു ചിന്തയിലാണ് ആ ഒരു ചോദ്യം ചോദിച്ചത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിന് പ്രധാനമായ 3 ഘട്ടമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചെറുപ്പമായിരിക്കുന്നൊരു കാലഘട്ടം, ഒരു മിഡിൽ ഏജ്, ഒരു ഓൾഡ് ഏജ്. ഈ 3 കാലഘട്ടവും വളരെ ഭാഗ്യമുള്ള, അല്ലെ വളരെ ബെസ്റ്റായിട്ടുള്ള, വളരെ എക്സലൻ്റ് ആയിട്ടുള്ള, അല്ലെ നമ്മളൊരു വര വരയ്ക്കുന്നത് പോലെ അങ്ങ് പെർഫെക്റ്റായിട്ട് ഫൈനായിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരൊന്നും തന്നെ ലോകത്ത് കാണുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാ മനുഷ്യർക്കും നമ്മുടെ ഏതെങ്കിലും ഒരു ഫേസിൽ ഒരുപാട് തിരിച്ചടികളും നമ്മൾ വിചാരിക്കാത്ത ചില ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ എല്ലാ കാലവും പെർഫെക്റ്റായിട്ട് പോകുന്നു എന്ന് തോന്നുന്നത് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോഴാണ്. പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ചെന്നിട്ട് ആ ജീവിതം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റെടുക്കാൻ പലപ്പോഴും കഴിയില്ല. നമുക്കറിയില്ല, നമ്മൾ വളരെ മനോഹരമെന്ന് കാണുന്ന പല ആൾക്കാരുടെയും ജീവിതം അത്ര മനോഹരമല്ല. അപ്പം ഇന്ന് ഒരു ശവസംസ്കാര ശുശ്രൂഷയായിരുന്നു. ഞാൻ ഒരു പ്രായം ചെന്ന ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തെ ഞാൻ എന്നും കാണുന്നത് വളരെ വളരെ ടോളായിട്ടുള്ളൊരു മനുഷ്യനാണ്. വളരെ പ്രസന്നവാനായിട്ട്, എപ്പോഴും നല്ല വെടിപ്പായ ഡ്രസ്സൊക്കെ ചെയ്ത്, അദ്ദേഹത്തിൻ്റെ റിട്ടയർഡ് കാലഘട്ടത്തിലാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷെ എപ്പോഴും നല്ല സ്റ്റൈലായിട്ട്, എക്സലൻ്റായിട്ട്, സൗമ്യനായിട്ട്, സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഒക്കെ പെരുമാറുന്ന ഒരാളായിട്ടാണ് ഞാൻ ആ റിട്ടയർഡ് അധ്യാപകനെ കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ വലിയ ഒറ്റപ്പെടൽ, വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. അദ്ദേഹം ഒരുപാട് ഒറ്റപ്പെടലുകളുള്ള, ഏകാന്തത അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾക്കെല്ലാം വലിയ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. വീടിനകത്ത് സത്യം പറഞ്ഞാൽ കുടുംബത്തെക്കുറിച്ചോ വീടിനെക്കുറിച്ചോ ഒക്കെ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലത്തിലൊക്കെ ഒരുപാട് ദുഃഖങ്ങളും ഏകാന്തതകളും നൈരാശ്യങ്ങളും ഒക്കെയുള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിനെ നമുക്ക് കാണുമ്പോൾ അദ്ദേഹം അതിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫ്രെയിം കൊടുക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ആ ഏകാന്തതയെ മറികടക്കാൻ തന്നെ എല്ലാ സംഘടനകളും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ അദ്ദേഹം വളരെ വ്യാപൃതനായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ബോഡി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ആ പരിസര പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം വളരെ സജീവമായി, ജാതി മത ഭേദമന്യേ എല്ലാവരും വന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു അന്ത്യയാത്രയിൽ പങ്കുകൊള്ളുന്നു. ഒരു നാട് മുഴുവൻ അദ്ദേഹത്തിനെ പറ്റി വളരെ സന്തോഷത്തോടെ കാണുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, പലരുടെയും ജീവിതം നമ്മൾ ദൂരേന്ന് കാണുന്നത് പോലെയല്ല. ദൂരേന്ന് അദ്ദേഹത്തിനെ ആഴത്തിൽ അറിയാൻ വയ്യാത്ത ഒരാൾ നോക്കിയാൽ അദ്ദേഹം വളരെ സന്തോഷവാനായ, തൃപ്തിയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം നമ്മൾ കാണുന്ന ഒരു കാഴ്ച, പലരെയും നമ്മൾ വിലയിരുത്തുന്നത് അവർ നമുക്ക് തരുന്ന ഒരു കാഴ്ചയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ എപ്പോഴും അവരങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് ഒരു കൗൺസിലിംഗ് രംഗത്ത്, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് രംഗത്ത്, അല്ലെങ്കിൽ മനുഷ്യരുമായിട്ട് അവരുടെ വേദനകളുമായിട്ടും പ്രയാസങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ പലപ്പോഴും കാണുന്നത്, ലോകത്ത് വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന പല ആൾക്കാരും, വളരെ സന്തോഷത്തോടെ നടക്കുന്ന, സംതൃപ്തിയോടെ നടക്കുന്ന പല ആൾക്കാരും വലിയ വേദനകൾ ഉള്ളിൽ ഒതുക്കി നടക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും വളരെ വേദനയും ഡിസപ്പോയിൻമെൻറ്റും തൃപ്തിയില്ലായ്മയും ഒക്കെ കാണിക്കുന്ന പല ആൾക്കാരും
അവരുടെ പ്രശ്നത്തെ എന്തോ ഭയങ്കരമായി പർവ്വതീകരിച്ച് നടക്കുന്നവരാണ്. അവരുടെ പ്രശ്നമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ചിന്തിച്ച് നടക്കുന്നവരാണ്. നമുക്ക് നമുക്ക് സത്യത്തിൽ അങ്ങനെയുള്ള പലരെയും പുറത്തുനിന്ന് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ഫേസിലും സന്തോഷവും സംതൃപ്തിയും ആനന്ദവും സമാധാനവും ഒന്നും എല്ലാവർക്കും എപ്പോഴും അനുഭവിക്കാൻ കഴിയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് നമ്മൾ അതിൻ്റെ ഒരു ചാലഞ്ച് അനുഭവിച്ചേ പറ്റുള്ളൂ. ഇനി എന്താണ് ഈ ചാലഞ്ച്, അല്ലെങ്കിൽ എന്താണ് ഈ വെല്ലുവിളികൾ, എന്തിനാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചില നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്? അതിനൊരു ഫിലോസഫിക്കൽ സൈഡുണ്ട്. അതൊരു പ്രൂണിങ് സ്റ്റേജാണ്, നമ്മളെ ഒന്ന് വെട്ടിയൊരുക്കലാണ്. പ്രത്യേകിച്ച് അത് എനിക്ക് തോന്നുന്നത് ആദ്യകാലത്ത് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം ആ ചെറുപ്പകാലത്ത് നമ്മൾ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സ്കില്ലുകൾ, ക്രിയേറ്റിവിറ്റി, കൺസ്ട്രക്റ്റീവ്നെസ്, തിങ്കിങ് സ്കിൽ, അതുപോലെ തന്നെ നമുക്കൊരു ഫൈറ്റിംഗ് സ്കിൽ, ഒരു ആഡ്വേഴ്സിറ്റി കോഷ്യൻ്റ്, നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒക്കെ മെച്ചപ്പെടുന്നതായിട്ട് കാണാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആദ്യകാലമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ, എൻ്റെ ചെറുപ്പകാലത്തായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളെ ഫൈറ്റ് ചെയ്യേണ്ട വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് എന്നെ കാണുന്ന, അനുഭവിക്കുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, സാറിന് ഇത്രയും വലിയൊരു ശക്തിയൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്, ആ ഒരു കോൺഫിഡൻസ് എവിടെ നിന്നാണ് കിട്ടിയത്? പ്രത്യേകിച്ച് അതിന് ഒരു കാരണവുമില്ല. ആദ്യകാലത്തെ സ്ട്രഗിൾസ്, അതിനോടുള്ള ഫൈറ്റ്, അതിനോടുള്ള പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻസ്, അതിനെ മറികടക്കാനായിട്ട് നടത്തിയ ശ്രമങ്ങൾ, അതൊക്കെ തന്നെയാണ് കരുത്തനാക്കി മാറ്റിയത്. അത് പിന്നീടുള്ള ഒരു മധ്യവയസ്സിലും അല്ലെങ്കിൽ ഇനിയുള്ള എൻ്റെ കാലത്തും അത് കൂടുതൽ ജ്ഞാനത്തോടുകൂടി, കൂടുതൽ മെച്യൂരിറ്റിയോടുകൂടി മുമ്പോട്ട് പോകാൻ എന്നെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് ആദ്യകാലത്തൊക്കെ ഒരു പ്രയാസം വരുന്നത് എപ്പോഴും നല്ലതാണ്. ചിലർക്കതൊരു മിഡിൽ ഏജിലാണ് അവരുടെ ക്രൈസിസുകൾ, പെട്ടെന്ന് ജോലി പോകുന്നു, ഒരു പക്ഷേ നല്ലതാണ്. അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചപ്പോഴാണ് അവർ ഒരുപക്ഷെ എന്തിനാണ് ഇവനിങ്ങനെ ഒരു ജോലിയിൽ ഇങ്ങനെ ഇരിക്കുന്നു, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, ഇവനെ ഒന്ന് മാറ്റിക്കളയാമെന്ന് ഒരുപക്ഷെ ദൈവം പോലും ചിന്തിക്കുന്ന ഒരു ഫേസിൽ നമുക്ക് അതങ്ങോട്ട് ആശ്വാസമായിരിക്കത്തില്ല, നമുക്കതൊരു വിശ്വാസമായിരിക്കത്തില്ല, നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പലപ്പോഴും നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നതാണ് എപ്പോഴും ഇഷ്ടം. ആ സ്ട്രെയിറ്റ് ലൈൻ വിട്ടുള്ള ഒരു കളികൾ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് മലയാളികൾ തീരെ റിസ്ക് എടുക്കാനോ, തീരെ ചലഞ്ചസ് എടുക്കാനോ, തീരെ വെല്ലുവിളികൾ ഏറ്റെടുക്കാനോ ഒന്നും തയ്യാറാവാത്ത ആൾക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് മാറി ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചലഞ്ച് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആകാറുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ ഇങ്ങനെ പോയി ഒരു അർത്ഥമില്ലാത്ത ഒരു എൻഡ് വരുന്ന ഒരവസ്ഥ നമുക്ക് വരാതിരിക്കാൻ ഒരുപക്ഷെ സൃഷ്ടാവ് തന്നെ നമ്മളിൽ വരുത്തുന്ന ചില സാഹസികമായ മാറ്റങ്ങളായിരിക്കാം. അതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു 40s അങ്ങോട്ട് കടന്നു. അപ്പോൾ തന്നെ അപ്പനും അമ്മയ്ക്കൊക്കെ വലിയ പ്രശ്നങ്ങളായി. അപ്പോൾ ഒരു ചലഞ്ചാണ്, കളഞ്ഞിട്ട് നാട്ടിൽ വരണോ, നാട്ടിൽ വന്ന് അപ്പനെയും അമ്മയെ ഏറ്റെടുക്കണോ വേണ്ടായി. അദ്ദേഹം അപ്പനെയും അമ്മയെ ഏറ്റെടുക്കാനായിട്ട് നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വേറൊരു ഫീൽഡിൽ അദ്ദേഹം വളരെ സക്സസ്ഫുള്ളായി മാറുന്നു. പുള്ളി അന്നേരമാണ് ആലോചിക്കുന്നത്, അങ്ങനെ ഒരു ക്രൈസിസ് വന്നതുകൊണ്ടാണ് എനിക്കിവിടെ വരാനും വേറൊരു ഓപ്ഷനും ഓപ്പർച്യൂണിറ്റിയും ഒക്കെ ട്രൈ ചെയ്യാനും അവസരം കിട്ടിയത്. നമുക്കറിയില്ല, നമുക്ക് ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യത്തെയും നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ നെഗറ്റീവായിട്ട് എടുത്താൽ അതിൽ നിന്നൊരു പോസിറ്റീവ് ഔട്ട്കം ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. നേരെ മറിച്ച് നമുക്ക് വരുന്ന ഏതൊരു കാര്യത്തെ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും അതിൽ നിന്നുണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഔട്ട്കം ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ, ഇപ്പോൾ ചിലർക്ക് അത് ഓൾഡ് ഏജിലാണ് വലിയ ചലഞ്ചസ് ഉണ്ടാകുന്നത്. ഓൾഡ് ഏജിൽ വലിയ ചലഞ്ചസ് ഉണ്ടാകുന്നതാണ് കമ്പാരിറ്റീവ്ലി ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം ഫസ്റ്റ് സ്റ്റേജിൽ, ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫൈറ്റിൻ്റെ പ്രയോജനം നമുക്ക് അടുത്ത കാലഘട്ടത്തിൽ കിട്ടുന്നു. മിഡിൽ ഏജിൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമുക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മേഖലകളിലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ, നമ്മളെ തന്നെ ഒന്ന് ഒരു വെറൈറ്റി ആയിട്ട് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കാൻ, നമ്മളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഓൾഡ് ഏജിൽ നമുക്ക് പലപ്പോഴും ചലഞ്ച് വരുമ്പോൾ പലപ്പോഴും അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികളല്ല. ഓൾഡ് ഏജിൽ ചലഞ്ച് വരുമ്പോൾ ഒരുപക്ഷെ വി ആർ ഗെറ്റിംഗ് ടെസ്റ്റഡ് ഫോർ അവർ ക്യാരക്ടർ. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾ എത്ര കണ്ട് ശക്തിയുള്ള മനുഷ്യനായിരുന്നു എന്ന് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ആ ഓൾഡ് ഏജിലെ ക്രൈസിസ് ആണ്. ഓൾഡ് ഏജിൽ ക്രൈസിസുകൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് അത്രയും കാലം ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുത്ത ഒരു ജ്ഞാനത്തെ, ഒരു ഇരുത്തത്തെ, ഒരു പക്വതയെ ആ സാഹചര്യങ്ങളോട് പോസിറ്റീവായി പെരുമാറാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാരാണ് റിയൽ ലീഡേഴ്സ്. അവരാണ് ശരിക്കും മീനിങ് ഫുള്ളായിട്ട് ജീവിതത്തെ കെട്ടിപ്പടുത്തത്. എപ്പോഴും നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ജീവിതം പ്രതീക്ഷിച്ച് പോകുന്നത് തന്നെ ഒരു അപക്വമായ യാത്രയാണ്.
ജീവിതത്തെ അങ്ങനെ കാണുന്നത് തന്നെ ഒരു വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ അല്ലെങ്കിൽ ആലോചിക്കണം, അതിനുവേണ്ടി ഒരു പ്രൊവിഷൻ കണ്ടെത്തണം, അതിനുവേണ്ടിയും കൂടെ ഒരു ബാക്കപ്പ് നമ്മൾ തയ്യാറാക്കി വെക്കണം. ഒരു പാരച്യൂട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാം. അത്തരം സാഹചര്യങ്ങളും അത് ഹെൽത്തിലായിരിക്കാം, വെൽത്തിലായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, പെട്ടെന്നുള്ള നഷ്ടങ്ങൾ, പെട്ടെന്ന് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ വിയോഗങ്ങളൊക്കെ ആവാം. പക്ഷെ അതിനും കൂടി നമ്മൾ തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് ജീവിക്കേണ്ടത്. കാരണം എല്ലാം അങ്ങനെ എപ്പോഴും പെർമനൻ്റായിട്ട് നമ്മളോടൊപ്പം ഉണ്ടാവുകയല്ല. നമുക്ക് അനുകൂലമായി മാത്രം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അനുകൂല കാലാവസ്ഥ എപ്പോഴും ഉണ്ടാവണമെന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ ഒരു രോഗാതുരമായ ഒരു ജീവിത വീക്ഷണമാണ്. ജീവിതത്തിൽ എപ്പോഴും അനുദിന മാറ്റങ്ങളുണ്ടാവും. വളരെ അൺസർട്ടൺ ആണ് ലൈഫ്. ആ അൺസർട്ടനിറ്റിക്കൊക്കെ അതിൻ്റേതായ മീനിങ് ഉണ്ട്. പലതും അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അതിനെ വളരെ മെച്ചുവേർഡായിട്ടും പക്വമായിട്ടും, അതാണ് ഓൾഡ് ഏജിലാണ് ഒരാൾ റിയലായിട്ടും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ ഓൾഡ് ഏജിൽ ഒരു ഗ്രേസ്ഫുൾ ഏജിങ്, ഒരു പീസ്ഫുൾ ലിവിങ് ആർക്കാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലുമൊക്കെ നമ്മളെ കരുത്തരാക്കി, അല്ലെ നമ്മളെ അതിനുവേണ്ടി സ്ട്രെങ്തൻ ചെയ്തവർക്കാണ്. അല്ലെ വെറും ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല, അതൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ്, അതൊരു ഫിലോസഫിക്കൽ സ്ട്രെങ്ത് ആണ്, അത് നമ്മുടെ ഒരു സോഷ്യൽ ഓറിയൻറ്റേഷനാണ്. ഇതൊക്കെ നമുക്ക് ആ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മളുടെ സാഹചര്യങ്ങളെ, ആ യാഥാർത്ഥ്യ അവസ്ഥയെ നമുക്ക് കുറേ കൂടി ഭംഗിയായിട്ട് സ്വീകരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കും. അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് ഒരു സ്റ്റേജിലും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ആദ്യത്തെ 2 സ്റ്റേജിൽ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചാണ്. അപ്പോൾ തേർഡ് സ്റ്റേജിൽ നമുക്ക് ഒരു അനുകൂലമില്ലാത്ത കാലാവസ്ഥയൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ തന്നെ നമ്മൾ ആദ്യത്തെ 2 സ്റ്റേജിലും നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ കിട്ടിയെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാടങ്ങ് പ്രതീക്ഷിക്കും ആ ലാസ്റ്റ് കാലഘട്ടത്തെക്കുറിച്ച്. അത് തെറ്റാണ്, അങ്ങനെയൊന്നുമില്ല. കാരണം എല്ലാ മനുഷ്യർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു സാധനത്തിന് ഒരു ബ്യൂട്ടിയുടെ കുറവ് തന്നെയുണ്ട്. അപ്പോൾ അതിന് ചില ഇറക്കങ്ങളും കയറ്റങ്ങളും പല കളറുകളും ഒക്കെയുള്ള ഒരനുഭവമാണ് ജീവിതം എന്ന് പറയുന്നത്. ആ വെറൈറ്റി എല്ലാം കൂടെ വരുമ്പോഴാണ് ജീവിതം എന്ന് പറയുന്നതിന് കൂടുതൽ അർത്ഥം ഉണ്ടാകുന്നതും. പലപ്പോഴും ഒന്നും ചലഞ്ച് ചെയ്യപ്പെടാത്ത ജീവിതങ്ങളൊക്കെ വളരെ ഷാലോ ലൈഫാണ്. ആ ചലഞ്ചസൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ. അതിനൊക്കെ തയ്യാറായിട്ട് തന്നെ എപ്പോഴും അതിനുള്ള ഒരു പ്രൊഫഷനും കൂടെ നമ്മുടെ ലൈഫിലൊക്കെ എപ്പോഴും കരുതി പോവുക. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ നെഗറ്റീവായിട്ട് കാണുന്നത് ഒരു കുറഞ്ഞ ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. ഉയർന്ന ജീവിതത്തിന് നമുക്കുള്ള എല്ലാ അവസ്ഥകളെയും പോസിറ്റീവായിട്ട് കാണാനായിട്ട് കഴിയണം. മക്കൾ ചിലപ്പോൾ നമ്മളെ നോക്കിയില്ലെന്നിരിക്കും, മക്കൾ നമ്മുടെ കൂടെ ഉണ്ടായെന്ന് വരില്ല, അവരൊക്കെ ചിലപ്പം അന്യരാജ്യങ്ങളിലൊക്കെ പോയെന്നിരിക്കും. ആരും ചിലപ്പോൾ നമുക്ക് അവസാന കാലത്ത് ഉണ്ടായെന്ന് വരില്ല. അല്ലെ ആദ്യ 2 ഫേസിലും ഉണ്ടായിരുന്ന സൗഭാഗ്യങ്ങളൊന്നും നമുക്ക് അവസാനം ഉണ്ടായെന്ന് വരില്ല. ഒരു മിഡിൽ ഏജ് ക്രൈസിസ് ഏത് സമയത്തും നമുക്കുണ്ടാവാം. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു ചെറുപ്പകാലത്ത് നമുക്ക് ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായ ആൾക്കാരാണ് പിന്നീട് വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറിയിട്ടുള്ളത്. പ്രൊവൈഡഡ് ദേ ആർ റെഡി ടു പോസിറ്റീവ്ലി റിയാക്ട് ടു ദാറ്റ്. They are ready to learn from that. They are ready to give a try for overcoming it. അങ്ങനെയുള്ളവർക്കാണ് ജീവിത വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായ ജീവിതം നേരുന്നു. ഇത് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. ഒരു പ്രൂണിങ് നമ്മൾ ഈ ചെടികൾക്കൊക്കെ കൊടുക്കുന്നത് അതൊന്ന് തഴച്ചു വളരാൻ വേണ്ടിയാണ്. ദൈവം നമ്മളെ പല സാഹചര്യങ്ങളിലൊന്ന് പ്രൂൺ ചെയ്യും. അത് തഴച്ചു വളരാനാണ്, അല്ലാതെ കരിഞ്ഞു പോകാനല്ല. എല്ലാവർക്കും ആശംസകൾ.